ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് അലക്കാനുള്ള തുണിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. യാമിക്കുട്ടി തൊട്ടിൽ നല്ല ഉറക്കമാണ്. ഇടയ്ക്ക് എണീറ്റൊന്ന് കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. തൊട്ടിൽ ആട്ടിയപ്പോൾ നല്ലോണം ഉറങ്ങിയിട്ടുണ്ട്. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാട്ടോ, അത് പറയാൻ മറന്നുപോയി. രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടാണുള്ളത്. അവർ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങെത്തും. കുടിക്കാനുള്ള വെള്ളം ആദ്യം തന്നെ ചെമ്പിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ള കൺഫ്യൂഷനൊന്നുമില്ല. മാവ് പൊങ്ങി വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല ഫ്ലഫി മാവായിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ സമാധാനമായി. ഇഡലി വേണോ ദോശ വേണോ എന്നുള്ള കൺഫ്യൂഷനിലുണ്ട് അത്രേ. എന്തായാലും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിനായിട്ടുള്ള അരിയും കൂടെ കഴുകി ഇടുകയാണ്. യാമി എപ്പോൾ എണീക്കുവാന്ന് അറിയില്ല. എണീറ്റ് കഴിഞ്ഞാൽ എല്ലാം അവിടെ സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണ്. യാമിക്കുട്ടി എണീറ്റേ. അമ്മമ്മ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ കുറേ നേരം ഉറങ്ങുവേ. അമ്മമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മ പണിയെടുക്കുമ്പോൾ വേഗം എണീറ്റ്. ഇനിയിപ്പോൾ അമ്മക്ക് ദോശയാക്കണ്ടേ? ആക്കണ്ടേ? ബാബക്ക് ദോശ തിന്നണ്ടേ? അരി കഴുകി വെച്ചപ്പോഴാണ് യാമിക്കുട്ടി എണീറ്റത്. അത് അതിനകത്തേക്ക് തട്ടാൻ വേണ്ടിയിട്ട് അടുത്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാവുന്നു. യാമി ചിലപ്പം കയ്യും കാലെല്ലാം മുട്ടിയെ കളയും. അപ്പോൾ നല്ല ചൂട് തിളച്ച വെള്ളമാണല്ലോ. അതുകൊണ്ട് ഞാനൊരു കയ്യിലൊക്കെ എടുത്തിട്ട് കോരി ഇട്ടിട്ടുണ്ട്. ഇനി അത് ഹോട്ട് പോട്ടിലേക്ക് ഇറക്കി വെക്കണം. ആ ഒരു ടാസ്ക് ഉണ്ട്. അപ്പോൾ യാമിക്കുട്ടീനെ അവിടെ നിലത്തി ഇരുത്തിയിട്ട് 2 പാത്രം ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ച് ആ സമയം കൊണ്ട് വേഗം അരി അങ്ങോട്ടേക്ക് ഇറക്കി വെച്ച്. സാധാരണ രാവിലെ തന്നെ അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കൽ. യാമിക്കുട്ടി വേഗം എണീക്കും. ചില സമയത്ത് മേലെന്ന് താഴെ വരുമ്പോഴേ എണീക്കും. പിന്നെ താഴെ വന്ന് കുറേ നേരം കഴിഞ്ഞാലേ ഉറങ്ങുള്ളൂ. അപ്പോൾ ഇന്ന് അമ്മ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറിയതാണ്. അപ്പോൾ യാമിക്കുട്ടിക്കുള്ള ഒരു ദോശ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തേ. കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ ദോശയാക്കി എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൽഫായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കമൻസ് ഉണ്ടാവാറുണ്ട്. ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൊടുക്കും. കുറച്ചെണ്ണം പെറുക്കി തിന്നും, പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെയല്ലാന്ന് യാമിക്കുട്ടീൻ്റെ കാര്യം. ഇന്ന് ഏതായാലും കുറച്ചെണ്ണം തിന്നിട്ട് അങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് അച്ഛനും അമ്മയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇഡലി ആക്കാമെന്ന്. ദോശേനേക്കാളും ബെറ്റർ ഇഡലിയല്ലേ. നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവും അതിന് കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് അരച്ച് വെച്ചത്. പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഇഡലി ആക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ വേഗം ഇഡലി ആക്കി. അതിനൊരു തക്കാളി ചട്നി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും എല്ലാം വഴറ്റാനായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഇഡലി റെഡിയായി. അത് കയ്യോടെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇവിടെ ഏട്ടനെല്ലാം തക്കാളി ചട്നി ഭയങ്കര ഇഷ്ടമാണ്. ഇഡലിക്കും ദോശക്കായാലും ഇതുണ്ടെങ്കിൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വേഗം അത് അരക്കാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ വലിയ പണിയും ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് വയറ്റുക, ചൂടാറുന്ന സമയത്ത് മിക്സിയിൽ അരക്കുക, കടുക് വറുത്തിടുക. അങ്ങനെ ആയാലും ചട്നി അങ്ങ് റെഡിയായി. യാമി ഇപ്പം ചെറുങ്ങനെ നടക്കാനൊക്കെ തുടങ്ങിയ സമയമായതുകൊണ്ട് ഫുൾ ടൈം ആരെങ്കിലും കൂടെ വേണം കേട്ടോ. എല്ലാത്തിൻ്റെയും മേലെ കയറലാണ്. സ്റ്റൂളായാലും സ്റ്റെപ്പിൻ്റെ മേലേക്കായാലും എല്ലാം കയറലാണ്. അതുകൊണ്ട് ഫുൾ ടൈം ഒരാൾ കൂടെ വേണേ. അപ്പോൾ അമ്മയും അച്ഛൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ വേഗം ആക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി ഉച്ചക്കേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് ചെറിയൊരു ഷോൾഡർ പെയിൻ ആയിട്ട് 2 ദിവസം ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വെച്ചിട്ട് വാവേനെ എടുക്കും പണിയെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം കൂടുമല്ലോ. അതുകൊണ്ട് വേഗം ഞാൻ തന്നെ ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. കായും വഴുതനയും കൂടി ഒപ്പരം വറുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇത് വറവ് നിങ്ങൾ ആക്കാറുണ്ടോ? പണ്ട് എൻ്റെ വീട്ടിൽ അമ്മ ആക്കുന്നതാണ്. പെട്ടെന്ന് വഴുതനയും കായും ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അങ്ങനെ ഉണ്ടാക്കുകയാണ്. ആദ്യം ഉള്ളി വഴറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് കായ് ഇങ്ങനെ നേർങ്ങനെ മുറിച്ചതാണ്. അതും വഴുതന അതുപോലെ മുറിച്ചിട്ട് അതും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ വറവ് ഉണ്ടാക്കൂലേ അതുപോലെ അങ്ങ് ആക്കിയാൽ മതി. ഇന്ന് സൺഡേ ആണ്. അതുകൊണ്ട് എനിക്ക് പല്ല് ടൈറ്റ് ചെയ്യാൻ പോകേണ്ട ദിവസമാണ്. എല്ലാ മാസവും ഫസ്റ്റ് സൺഡേ ആണ് പല്ലിൻ്റെ ബ്രേസസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഞാൻ പല്ല് ടൈറ്റ് ചെയ്തിട്ട് ഇറങ്ങിയേ. ഇങ്ങോട്ടേക്ക് വരുമ്പം വിച്ചൂട്ടി ഏട്ടനും കൂടെ കൊണ്ടാക്കിയാണ്. അങ്ങോട്ടേക്ക് നമുക്ക് ഓട്ടോ പിടിച്ചിട്ട് പോകണം. ഓട്ടോ ഉണ്ട് തോന്നുന്നു, താഴെ കുറേ എണ്ണം കാണുന്നുണ്ട്. ടൈറ്റ് ചെയ്തു കേട്ടോ. പല്ലിൻ്റെ അപ്ഡേറ്റുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പ്രതീക്ഷയിലും വേഗം ടൈറ്റ് ചെയ്തിട്ട് ആയനേട്ട്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏട്ടനെ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ വീട്ടിൽ യാമിക്കുട്ടി ഉള്ളതുകൊണ്ട് ഏട്ടനോട് ഞാൻ പോയിക്കോന്ന് പറഞ്ഞതാണ്. അമ്മക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഷോൾഡർ പെയിൻ ആയതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓട്ടവും കിട്ടിയോണ്ട് വേഗം വീട്ടിലെത്തി. ഞാൻ അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയേ. എനിക്ക് 11:30 സമയം തന്നിട്ടുണ്ടായി. ഒരു 11 മണി ആവുന്നതിന് മുമ്പേ ഉണ്ട് അവിടെ നിന്ന് വിളിക്കുന്നത്. കുറച്ച് തിരക്ക് കുറവാന്ന്, പെട്ടെന്ന് വന്നാൽ വേഗം പോവാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ചെറുപടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. അങ്ങനെ പോയി വന്നു ടൈറ്റ് ചെയ്ത് പല്ലിൻ്റെ എന്തായി, അഴിക്കാനായോ, എത്ര കാലമായി ഇട്ടിട്ട് കുറേ ആയല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് കമൻസൊക്കെ കാണുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാമെന്ന് വെച്ചിട്ടാണ്. ഞാനിപ്പം ഇട്ടിട്ട് അടുത്ത ജൂൺ ആയാൽ മീൻസ് നെക്സ്റ്റ് മന്ത് ആയാൽ
2 വർഷമായി കേട്ടോ. പക്ഷെ 2 വർഷം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ അമ്മിക്കുട്ടീൻ്റെ പ്രഗ്നൻസിയും ഡെലിവറി എല്ലാം കഴിഞ്ഞല്ല. അപ്പോൾ ഒരു മാക്സിമം ഒരു 5 to 6 മാസം 5-6 മാസത്തേക്ക് എനിക്ക് ടൈറ്റ് ചെയ്യാനോ പോവാനോ ഒന്നും പറ്റിയിട്ടില്ല. പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞ് ആ 3 മാസം, ആദ്യത്തെ ഒരു 2 മാസം പോയിട്ടില്ല. പിന്നെ 9th മന്തിൽ 8 മാസം വരെ പോയി. പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് വാവക്ക് ഒരു 4 മാസം ആയപ്പോഴാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 5-6 മാസത്തോളം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു 1.5 വർഷമേ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ പല്ലുങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പണ്ട് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പണ്ടത്തെ വ്ളോഗെല്ലാം കാണണം എന്ന് അവർക്ക് അറിയായിരിക്കും. നല്ലോണം പൊങ്ങിയിട്ടുണ്ടായിന്, നല്ല ഗ്യാപ്പും ഉണ്ടായിന്, അതെല്ലാം പോയിട്ടാ. പല്ല് നല്ലോണം താണു. ഗ്യാപ്പെല്ലാം എനിക്കൊരു 5-6 മാസം 6-7 മാസം ആകുമ്പോഴേക്കന്നെ ഈ ഫ്രണ്ടിലെ ഗ്യാപ്പെല്ലാം അടഞ്ഞിട്ടുണ്ടായിനെ. പിന്നെ 4 പല്ല് പൊരിച്ചിട്ടുണ്ടായിന്, 4 സൈഡിൽ നിന്ന് ഓരോ പല്ല്. അപ്പോൾ ആ പല്ല് എടുത്ത ഗ്യാപ്പ് അടയണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഓരോരോ മാസമായിട്ട് ആക്കുന്നത്. അതും അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓൾമോസ്റ്റ് അടഞ്ഞു കേട്ടോ, എല്ലാം ഗ്യാപ്പെല്ലാം ഓൾമോസ്റ്റ് അടഞ്ഞിട്ടുണ്ട്. ഡോക്ടറോട് ഇന്ന് ഞാൻ ചോദിച്ചു എത്ര കാലം കൂടി ഇടേണ്ടി വരും ഇത് അടുത്തെങ്ങാനും അയക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 2 മാസം കൂടി ആയാലും ഗ്യാപ്പെല്ലാം അടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 months, മാക്സിമം 3 months ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പോൾ ഒരു മാക്സിമം ഒരു 5 മാസം കൂടെ വേണം. അതായത് ഇക്കൊല്ലം നമുക്ക് കൂട്ടാം. ഇക്കൊല്ലം കൂടെ ആകുമ്പോഴേക്ക് ഏകദേശം അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി, ചോദിച്ചിട്ടുണ്ടായിനി. ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഓരോ മാസം ഇങ്ങനെ വേഗം അങ്ങ് പോയിക്കോളാം. എനിക്കിപ്പോൾ 1 വർഷമായി എന്നൊന്നും അങ്ങനെ തോന്നുന്നില്ല. ഓരോ മാസവും ടൈറ്റ് ചെയ്യും വരും, അങ്ങനെ വേഗം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. കുറേ കാലമായി അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില മാസങ്ങളിൽ 1-2 ദിവസത്തേക്ക് ഭയങ്കര വേദനയായിരിക്കും. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. ചില മാസം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കഴിഞ്ഞ മാസം ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിന് മുന്നത്തെ പ്രാവശ്യം കുറച്ച് വേദന ഉണ്ടായില്ല. അങ്ങനെ ഓരോ മാസം ഓരോ പോലെ ആയിരിക്കും. ഒരു 1-2 ദിവസത്തേക്ക് അങ്ങനെ. പിന്നെ വേറെ കാര്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഫുഡ് നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. ഇങ്ങനെ കടിച്ചു പൊട്ടുന്ന സാധനങ്ങളും കുടുങ്ങുന്ന സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് സഹിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പിന്നെ നമ്മളായിട്ട് എടുത്ത തീരുമാനമായതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് പല്ലിൻ്റെ അപ്ഡേറ്റ്സ്. ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് അഴിച്ച് ചാടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ചടപടാന്ന് പറഞ്ഞിട്ട് പോയതുകൊണ്ട് എൻ്റെ കറുകി ആക്കേണ്ട പണിയൊക്കെ അവിടെ പെൻഡിങ് ആണ് ഉണ്ടായത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങ ചിരണ്ടിയിട്ട് കുറച്ച് തൈരും കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി മോരുകറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ എളുപ്പമായല്ലോ. തക്കാളി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ അരപ്പും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പം കടുകൊക്കെ താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി മോരുകറി റെഡി. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാമെന്നറിയില്ല. നമ്മൾ തക്കാളി പുളിശ്ശേരി എന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ നാട്ടിൽ. അപ്പോഴേക്ക് അച്ഛൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിനെ. അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ട് നമ്മുടെ സ്വന്തം മാങ്ങയാണ് കേട്ടോ. നമ്മുടെ മാങ്ങയുണ്ടല്ലോ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ടായിനെ. പക്ഷെ നല്ലോണം പുഴുവാണ്. മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ അപ്പം പുഴു വരും. ഇത് പച്ചയോടെ കുറച്ച് പറിച്ച് വെച്ച് അങ്ങനെ മൂത്തപ്പോൾ പറിച്ച് വെച്ചിട്ട് ആക്കിയതുകൊണ്ട് കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ടായിന്. ബാക്കി മൊത്തം പുഴുവായിട്ട് മോശമായി പോയേ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കൂടി ഈ ചൂട് സമയത്ത് കുറച്ച് ഷെയ്ക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉഷാറാവുമല്ലോ. അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുവാന്നേ. ഓരോ മാങ്ങയൊക്കെ എന്താ വലിപ്പം എന്നറിയാം. അത്രയും വലിയ വലിപ്പത്തിലാണ് കേട്ടോ. താഴെ വീണിട്ട് ഇങ്ങനെ ചിന്നിച്ചെതിരി കിടക്കുന്ന റോഡിൽ ഇങ്ങനെ മാങ്ങ വീണതെല്ലാം ഇങ്ങനെ നമ്മുടെ മതിലിന് പറക്കി വെക്കും ആരെങ്കിലും കാണുമ്പോൾ. പക്ഷെ ഒരു കാര്യമില്ല, എല്ലാം പുഴുവാണ് കേട്ടോ. പുറമേ കാണുമ്പോൾ നല്ല അടിപൊളിയാണ്, പക്ഷെ മുറിച്ച് കഴിഞ്ഞാൽ അകത്ത് മൊത്തം പുഴു. അതാണ് അവസ്ഥ. അപ്പോഴേക്കും ഉച്ചയായി. പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ഞാൻ യാമിക്കുട്ടിക്ക് ഒരു മുട്ട ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാമിക്ക് കറിക്കായിട്ട് പരിപ്പും പൊട്ടറ്റോവും എല്ലാം കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നിച്ചൂട്ടിയും റെഡി ആയിട്ടുണ്ട്. 2 പേർക്ക് മിക്കവാറും ഒരുമിച്ചാണ് ഫുഡ് കൊടുക്കുക. അപ്പോൾ നിച്ചൂട്ടിക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടുണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഓരോന്നെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ മതിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും 1 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഉണ്ടയാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എടുക്ക് എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് ഓരോന്ന് വായിലിട്ടോളും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. നല്ല ചൂട് കിട്ടാൻ നല്ലോണം ടയേർഡായി. ഒരാളിവിടെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. ചെറുങ്ങനെ ഉറക്കം വന്നു. ആദ്യേ സ്മൈൽ പ്ലീസ്, സ്മൈൽ പ്ലീസ്. വൈകുന്നേരം ഒരു മഴ പെയ്താൽ മതിയായിരുന്നു. നമുക്ക് മിനിയാന്ന് ആദ്യമായിട്ട് വേനൽ മഴ കിട്ടിയിട്ട് വൈകുന്നേരം നല്ല ഇടിയും മിന്നലെല്ലാം ആയിട്ട് നല്ല അടിപൊളി മഴ. അന്നേരം അന്ന് ചൂടിന് കുറച്ച് ആശ്വാസമായത്. ഇന്നലെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞോണ്ടെന്നു, പക്ഷെ പെയ്തിട്ടില്ല. ഓ അമ്മു അമ്മേവിക്ക് അമ്മേവിച്ച് അമ്മ 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 അമ്മ. ഇന്ന് വൈകുന്നേരം കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരാശ്വാസം. നിങ്ങളുടെ നാട്ടിലെല്ലാം എങ്ങനെ മഴയെല്ലാം ഉണ്ടാ? തെക്കോട്ടെല്ലാം കമ്പാരിറ്റീവ്ലി കൂടുതലാണ് മഴ എന്ന് ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടായിന്. പക്ഷെ നമുക്ക് അധികം കിട്ടിയിട്ടില്ല കേട്ടോ മഴ. കുറച്ച് മഴ കിട്ടണം, ഇല്ലെങ്കിൽ ചൂട് തീരെ സഹിക്കുന്നില്ല ഇപ്പം. അപ്പം ഞാൻ യാമിക്കുട്ടീൻ്റെ കൂടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഓ
ടാറ്റ ഒരു ഉമ്മ കൊടുത്തേ. ഗുഡ് ഗേൾ. കുറേ നേരം കളിച്ച് ലാസ്റ്റ് ഇതാ ബെഡിൽ കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഞാനും കുറച്ച് നേരം യാമിക്കുട്ടിയോട് കിടക്കട്ടെ. ചില സമയത്തുണ്ടല്ലോ യാമി ഉറങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങുകയും ഉച്ചയാകുമ്പോഴേക്ക് എണീക്കും. പിന്നെ ഫുള്ള് കളി, രാത്രി മാത്രമേ ഉറങ്ങുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതാ ഉറക്കമൊക്കെ എണീച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. രാവിലെ മേല് കഴിക്കും, വൈകുന്നേരം അമ്മ വന്നിട്ട് തലയടക്കം കുളിപ്പിക്കുന്നത്. ഉറക്കം എണീച്ച് കുറച്ചൊന്നും കഴിച്ചിട്ട് ഫുള്ള് കുളിപ്പിക്കും. അപ്പോഴാണ് കുറച്ചൊന്ന് ഉഷാറാവുക. പിന്നെ ചായ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കുവാന്നേ. അപ്പോൾ യാമിക്കുട്ടിക്ക് ഇങ്ങനെ ആവേശമാണ് ഇതെന്താന്നൊക്കെ കാണാനുള്ളത്. ബേക്കറി ഐറ്റംസ് ഒന്നും നമുക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ആവേശമാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ പേരിന് കൊടുത്തിട്ട് അങ്ങനെ പറ്റിക്കും. ഈ ഒരു വാക്കർ നമ്മളെ പണ്ടേ മുതലുള്ള വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നിച്ചുട്ടീൻ്റെ വാക്കറാണ് കേട്ടോ. നമുക്ക് നിച്ചുട്ടിക്ക് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുമ്പോൾ വാങ്ങിച്ചതാണ്. അതുപോലെ നല്ല പ്ലാസ്റ്റിക്കിലിട്ട് എടുത്ത് വെച്ചതുകൊണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കണ്ടീഷനിൽ തന്നെ ഉണ്ടായിനെ. അലക്കി എടുത്ത് വെച്ചാണ് അതിൻ്റെ തുണിയൊക്കെ അലക്കിയിട്ട്. അപ്പോൾ വാക്കറിൽ നടക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ പിടിച്ച് ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാക്കറിലിടാം കേട്ടോ. അത് വലിയ കുഴപ്പമില്ല. അവർ കാലൊക്കെ ഒന്ന് ഉറച്ച ശേഷം വാക്കറിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ കുതിരയും നിച്ചുട്ടീൻ്റെ കുതിരയാണ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അനിയത്തിനെ അതിലിരുത്തിയിട്ട് ഓടിപ്പിക്കലാണ് പ്രധാന പണി എന്ന് പറയുന്നത്. മുറ്റത്ത് എന്തായാലും ഇറങ്ങണം. വൈകുന്നേരം ആകുമ്പോൾ നിച്ചുട്ടി സൈക്കിൾ എടുത്തിട്ട് കളിക്കുമ്പോൾ യാമിക്കും എന്തായാലും മുറ്റത്ത് ഇറങ്ങിയിട്ട് കളിക്കണം. ചിലപ്പോൾ ഇതും എടുത്തിട്ട് റോഡിലെല്ലാം പോകും. അമ്മമ്മയും അച്ഛനും മക്കളും കൂടിയിട്ട് റോഡിലേക്ക് കൂടിയെല്ലാം കുറച്ച് നേരം ഓടിച്ചിട്ടെല്ലാം വരിക. രാത്രിയൊക്കെ ഫുഡിന് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സുഖമുണ്ട്. ആ ഒരു മഴയുള്ള സമയത്ത് അടുക്കളപ്പുറത്തുനിന്ന് പണിയെടുക്കാൻ നല്ല രസമാണ്. അപ്പോൾ നിച്ചൂട്ടിയുണ്ട് കൂട്ടിനായിട്ട്. അമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല മഴ വന്നു കേട്ടോ. ആഹാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയി. നല്ല ആശ്വാസം ഉണ്ടായിന്. ആ ചൂട് സമയത്ത് നല്ല മഴയും കൂടെ പെയ്യുമ്പോഴേക്ക്. അന്ന് രാത്രി നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിന്. അതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.